ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കപ്പ് റവ കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത പഞ്ഞി പോലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് റവ, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റവയില്ലേ, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ടയും 1/3 കപ്പ് പാലും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്കൊരു 3-4 ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ്സ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് 2 മിനിറ്റ് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും 2 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒരുപാട് നേരം അടിച്ചെടുക്കരുത് കേട്ടോ. ഓയിൽ ഈ മാവിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ 2 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റും ഒരു യെല്ലോ കളറും കിട്ടും. കസ്റ്റാർഡ് പൗഡർ നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതില്ലാതെയും ഈ കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കസ്റ്റാർഡ് പൗഡർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാത്രങ്ങളിലൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററി ഈ പാത്രങ്ങളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബാറ്ററി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ പാത്രത്തിൽ നിറച്ചൊഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഈ പാത്രത്തിൻ്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ എല്ലാ പാത്രത്തിൻ്റെയും പകുതി അളവിൽ മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എടുത്ത എല്ലാ പാത്രങ്ങളിലും ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിന് മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടിക്ക് പകരം നിങ്ങളുടെ അടുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്ത പാത്രങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇഡ്ഡലി ചെമ്പ് അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇനി ഈ കേക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക.
ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേക്ക് നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. കുക്കായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നമുക്കിവിടെ ഈ കേക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ചൂടാറാനായിട്ട് നമുക്ക് ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇത് നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കേക്ക് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ നിന്നും ഈ കേക്കിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് അടർത്തി കൊടുത്തിട്ട് കയ്യിലേക്ക് കൊട്ടിക്കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ പാത്രത്തിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് നമുക്ക് ഈ കേക്ക് ഈ പാത്രത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മളിവിടെ റവ കൊണ്ട് നല്ല പഞ്ഞി പോലെയുള്ളൊരു ടീ കേക്കാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ റവ കൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ടീ കേക്ക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.